സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ ഇപ്പോൾ വെദർ ഇറ്റ് ഈസ് ഫോൺ ഓർ ടി വി. ഇപ്പോൾ പലപ്പോഴും പറയുന്ന പാരൻസ് പറയുന്ന കാര്യമാണ്, ഞങ്ങൾ ഫോൺ കാണിക്കാറില്ല, ഞങ്ങൾ ടി വി കാണിക്കും. ബോത്ത് ആർ സെയിം. സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. സോ ഫോൺ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ അല്ലെങ്കിൽ ടി വിയിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡുള്ളതാണ്. സൗണ്ട്സ് ആണെങ്കിലും ഭയങ്കര ഒച്ചയുള്ള സൗണ്ട്സ്, അല്ലെങ്കിൽ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. സോ മേ ബി അതൊരു 50 മിനിറ്റ്സ് 30 മിനിറ്റ്സ് കൂടുതലും കുട്ടികളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റീൽസും ഷോർട്സ് ഒക്കെയാണ്. പെട്ടെന്ന് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല, അവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പീഡ് ചെയ്ത് വിട്ടിട്ട്. നമ്മളാണെങ്കിലും ചില വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ഓക്കെ ഈ ഏരിയ എനിക്ക് ആവശ്യമില്ല, സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോകും. സോ അതേപോലെ തന്നെ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്തു, നമ്മൾ പരീക്ഷ എഴുതി, നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തു, അത് നല്ല ബ്യൂട്ടിഫുള്ളായി, നമ്മളത് നമ്മുടെ പാരൻസിനും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, അപ്പോൾ അവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. സോ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഈ ഹാപ്പിനെസ് നമ്മളുടെ ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ റിലീസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. സോ അതൊരു ഹാപ്പി ഹോർമോണാണ്. നമുക്ക് എപ്പോഴൊക്കെ ഹാപ്പിനെസ് തോന്നുന്നു അപ്പോഴൊക്കെ ഈ ഡോപ്പമിൻ ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്. സോ ഫോൺ യൂസേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസേജ് വരുമ്പോൾ കുട്ടികൾക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. വേറെ ഒരു തരത്തിൽ പണിയെടുക്കാതെ നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് പറയുന്ന പോലെ പണിയെടുക്കാതെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് ഈ പറയുന്ന ഫോണിലൂടെ നമുക്ക് കിട്ടുന്നത്. ബാക്കി നമുക്ക് ഇപ്പോൾ പരീക്ഷയിൽ നമ്മൾ കുറേയധികം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. അതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങനത്തെ ഒരു ഹാപ്പിനെസ് കിട്ടുമ്പോൾ അവർ മിക്കവാറും അതിലോട്ട് തന്നെ അവരുടെ ഫോക്കസ് പോകും. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന സാധനം കുറയും. അതായത് ഒരു കാര്യത്തിൽ ഇപ്പം പഠിക്കുക, ഇപ്പം നേരത്തെ നീ പറഞ്ഞ പോലെ പഠിക്കുക, അല്ലെങ്കിൽ എഴുതുക, വായിക്കുക എന്ന് പറയുന്നതൊക്കെ കുറേ ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ, അതായത് സമയമെടുത്ത് അല്ലെങ്കിൽ ഒരു ഡെയിലി ലൈഫിൽ സ്ലോ ആയിട്ട് വരുന്ന പ്രോസസ്സുകളെ ചെയ്യാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അറ്റൻഷൻ അത്ര നേരം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അതേപോലെ തന്നെ സോഷ്യൽ സ്കിൽസ് അവരുടെ, ഇപ്പം കണ്ണിൽ നോക്കി സംസാരിക്കുക, അതുപോലെ മറ്റുള്ളവരുടെ ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഇതെല്ലാം ഒരാളുടെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചാലാണ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഓൾ ദ ടൈം ഈ ഫോൺ യൂസേജ് ഉള്ള കുട്ടികളെ സംബന്ധിച്ച് ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരെ സംബന്ധിച്ച് അവരൊരു എക്സ്ട്രാ എഫേർട്ടാണ് എടുക്കണേ ഒരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ. സോ ഓട്ടോമാറ്റിക്കലി പിള്ളേർ എന്ത് ചെയ്യും, വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ വേഗം പോയി പാരൻസിൻ്റെ ഫോൺ തപ്പി പിടിച്ച് അവർ റൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഇരുന്ന് അവരത് യൂസ് ചെയ്യുന്നുണ്ടാവും.